ഹായ്, ഇന്ന് ബെർട്രാൻഡ് ബ്ലെയർ സംവിധാനം ചെയ്ത പഴയൊരു ഫ്രഞ്ച് ഫിലിം പരിചയപ്പെടുത്തി തരാം. ഗോയിങ് പ്ലേസസ്. നിങ്ങൾ ഈ സിനിമ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ IMDb ഏകദേശം 7.1 റേറ്റിംഗ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ എനിക്ക് ഈ സിനിമ അത്ര വലിയ സംഭവം തോന്നിയിട്ടൊന്നുമില്ല. ഒരു അഡ്വഞ്ചർ കോമഡി എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. മൊത്തത്തിൽ രണ്ട് കള്ളന്മാരാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം, ജീൻ ക്ലൗഡും ബെററ്റും. കള്ളന്മാർ എന്ന് പറഞ്ഞാൽ മഹാവൃത്തികെട്ട അലമ്പന്മാരായിട്ടുള്ള കള്ളന്മാരാണ്. നമ്മൾ സാധാരണ കേസിൽ അല്ലെങ്കിൽ ഈ കള്ളന്മാരെ സംബന്ധിക്കുന്ന സിനിമയൊക്കെ കാണുന്ന സമയത്ത്, സിനിമയുടെ ഒരു ഘട്ടം എത്തുന്ന സമയത്ത് ഈ കള്ളന്മാർക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മിഷൻ വരും, അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ട് മോഷ്ടിക്കുന്നു, എന്താണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്, എന്തുകൊണ്ട് കള്ളന്മാരായി എന്നൊക്കെയുള്ള ഒരു സാധനമാണ് കാണിക്കുക. പക്ഷേ ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഇവർ വെറും കള്ളന്മാരാണ്. അതായത് ക്യാരക്ടേഴ്സിന് അങ്ങനെ അവരുടെ മാനറിസങ്ങളോ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്ക് വ്യത്യാസമൊന്നും വരില്ല. തുടക്കം മുതൽ അവസാനം വരെ ഇവർ വെറും കള്ളന്മാരാണ്. കക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, അടിച്ചു പൊളിക്കുന്നു, പൈസ തീരുന്നു, വീണ്ടും കക്കുന്നു, അങ്ങനെ ടൈപ്പ് കള്ളന്മാരാണ്. എന്ന് മാത്രമല്ല ഇവരുടെ ജീവിതശൈലി, ലൈഫ് സ്റ്റൈലൊക്കെ വെറും പോക്കാണ്. അതായത് അലമ്പെന്ന് വെച്ചാൽ വെറും അലമ്പന്മാര്. ഇങ്ങനത്തെ രണ്ട് കള്ളന്മാരാണ് നമ്മുടെ ജീൻ ക്ലൗഡും ബെററ്റും. ഇവര് സ്റ്റാർട്ടിങ്ങിൽ സിനിമയുടെ തുടക്കത്തിൽ ഒരു മോഷണം നടത്തുന്നുണ്ട്, ഒരു പെണ്ണുങ്ങളെ കൊള്ളയടിക്കും. അപ്പോൾ പെണ്ണുങ്ങളെ കൊള്ളയടിക്കുക മാത്രമല്ല, ഇവർ പരമാവധി മൊളസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു വൃത്തികെട്ട ഒരു ടൈപ്പ് ഓഫ് മോഷണമാണ് ഇവരുടേത്. എന്നിട്ട് പൈസ ഉണ്ടാക്കും, അവിടുന്ന് രക്ഷപ്പെടും. അവരുടെ ഉള്ള പൈസയൊക്കെ എടുത്തതിന് ശേഷം അവിടുന്ന് ഓടി രക്ഷപ്പെടും. അങ്ങനെ ഒരു ദിവസം ഇവര് രാത്രി ഒരു ബാറിൻ്റെ മറ്റോ മുമ്പിൽ ഒരു കാറ് കാണും. കാറ് കാണുന്ന സമയത്ത് ഇവർക്ക് കാറിനോട് ഈ കാറൊന്ന് അടിച്ചു മാറ്റിയാലോ എന്നൊരു തോന്നൽ വരും. എന്നിട്ട് ഇവർ വരും, എന്നിട്ട് അങ്ങനെ കാറൊക്കെ ഇങ്ങനെ പരിശോധിച്ച് ഇങ്ങനെ ഒന്ന് സെറ്റായി നിൽക്കുന്ന സമയത്ത് ഈ കാറിൻ്റെ മുതലാളി വരും, ഓണർ വരും. അപ്പോൾ അയാളുടെ കൂടെ ഒരു പെൺകുട്ടി കൂടി ഉണ്ട്. പെൺകുട്ടി എന്ന് വെച്ചാൽ അവരൊരു സെക്സ് വർക്കറാണ്, ഒരു ചെറുപ്പക്കാരി. അവർ കൂടി വരും. അങ്ങനെ ഇവർ ഈ കാറിനൊക്കെ നോക്കിയതിന് ശേഷം അയാൾക്ക് മനസ്സിലാവും ഇവർ കാറ് അടിച്ചു മാറ്റാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഇവർ തോക്കു ചൂണ്ടി കുറച്ച് സമയത്തെ ഡയലോഗിനെല്ലാം ശേഷം ഈ രണ്ടുപേരും ചേർന്ന് അയാളെ അടിച്ച് നിലം പരിശാക്കിയതിന് ശേഷം ഇയാളുടെ കൂടെ പെണ്ണിനെ വിളിച്ചുകൊണ്ട് കാറും കൊണ്ട് ഇവരോട് രക്ഷപ്പെടും. കാറും പെണ്ണും കൊണ്ട് ഈ രണ്ടുപേരും അവിടെ നിന്ന് പോയതും പിന്നീട് അങ്ങോട്ടേക്ക് അവരുടെ കഷ്ടകാലം തുടങ്ങലായി. ഓക്കെ അല്ലേ? ബാക്കിയുള്ള ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് കാണുക. ഇതിൽ ഒരു ട്വിസ്റ്റ് വരുന്നൊരു ഭാഗമുണ്ട്. അതായത് ഇവർ കുറേ നാളുകൾക്ക് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു പെണ്ണുങ്ങളെ ഇതേപോലെ ഫോളോ ചെയ്ത് അവരെ കൊണ്ടുപോയിട്ട് ഇവരെ കൂടെ കൂട്ടും. പക്ഷെ അതിനുശേഷം ഒരു വലിയ സംഭവം ഉണ്ടാകുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് മൂവിയൊന്നുമല്ല, പഴയൊരു ഫ്രഞ്ച് മൂവിയാണ്. പക്ഷെ എന്താണ്, കണ്ടിരിക്കാം. 2 മണിക്കൂറിൽ താഴെയാണ് പടത്തിന്റെ ഡ്യൂറേഷൻ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഇതാണ് ഗോയിങ് പ്ലേസസ് എന്ന് പറയുന്ന മൂവി.